ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു ചക്കക്കുരു മുരിങ്ങയ്ക്ക നെത്തോലി തോരനാട്ടാ. അപ്പോൾ നമുക്കതിന് എന്തൊക്കെ വേണ്ടുന്നതെന്ന് നോക്കാം. കുറച്ച് ചക്കക്കുരു, 2 മുരിങ്ങയ്ക്ക ചെറുതായി വൃത്തിയാക്കി അരിഞ്ഞത്, കുറച്ച് ചുവന്നുള്ളി, 1 കിണ്ണി നെത്തോലി മുള്ള് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത്. ഇനി നമുക്ക് നേരെ കുക്ക് ചെയ്യാം. അതാണ് നമ്മൾ ചക്കക്കുരു ഇനിയിപ്പോൾ അത് ചെറിയ ഉരുളിലോട്ട് ഇട്ട് കേട്ടോ. അതും ഈ മുരിങ്ങയ്ക്കയും കൂടെ നമുക്ക് ആദ്യം ഒന്ന് ഈ കൊച്ചുള്ളിയും കൂടെ ഇട്ട് ആദ്യം ഒന്ന് വേവിക്കാം, പകുതി വേവിക്കാം. എന്നിട്ട് ഈ നെത്തോലി എന്ന് പറഞ്ഞാൽ നമ്മൾ മുള്ള് കളഞ്ഞ് വെച്ചേക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് കലങ്ങിപ്പോവും. അതിൽ അധികം വേവും വേണ്ടല്ലോ. അപ്പോൾ ഇത് പകുതി വെന്തതിന് ശേഷം നമുക്കത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 6-7 കാന്താരി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് നമുക്ക് അടുപ്പിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. പകുതി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നെത്തോലി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു തക്കാളി. നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, ഇനി അല്പം ഉപ്പിടാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത അരപ്പ് ചേർക്കാനുള്ളത് അരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം. ഇഞ്ചി ഞാൻ ചെറുതായി അരിഞ്ഞത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ഈ ചെറിയ സ്പൂണിന് ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് അരച്ചു കൊണ്ടുവരാം. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ചതച്ചെടുക്കാൻ. അത് നമ്മൾ അവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തോനയിട്ട് ഇളക്കിയാൽ തോലി അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി അത് ശകലം വെള്ളം കൊണ്ട് അപ്പോൾ അരപ്പും കൊണ്ട് അതിൽ പിടിക്കണ്ടേ. പിടിച്ചത് നന്നായി തിളച്ചിരുന്ന് വറ്റി വരണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒന്ന് പറ്റി വരട്ടെ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റും ഇടണം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇച്ചിരി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇനി നമുക്ക് തോനെ നേരം അത് അടുപ്പിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്വാദിഷ്ടമായ ചക്കക്കുരു മുരിങ്ങയ്ക്ക നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.